അല്ലാഹു ആണ് നമ്മുടെ രക്ഷിതാവ് എന്ന് വിശ്വസിക്കണം. പിന്നെ ഒറ്റ പേടിക്കണ്ട, പേടിക്കേണ്ട. പിന്നെ ഒരു സിഹറും ബാധിക്കൂല. ഏത് സിഹറും പൊളിഞ്ഞടിയാണ്. ഒരു സിഹറിനെയും ഒരു കണ്ണേറിനെയും ഒന്നിനെയും പേടിക്കണ്ട, അല്ലാഹുവിൽ വാസിഖാണെങ്കിൽ. അപ്പോൾ സിഹർ വരൂലേ? സിഹർ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു സയ്യിദുനാ ജിബ്രീലിനെ അയക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പണി മാത്രമേ നമുക്കറിയുള്ളൂ. കോടാനക്കോടി പണിയുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതിൽപ്പെട്ടതാണ് നമ്മളെ സംരക്ഷിക്കാൻ സയ്യിദുനാ ജിബ്രീൽ. ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു നമ്മളെപ്പോഴാണ് നമ്മളൊപ്പുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് കൈവക്കാം. 2, 3, 4. ഇന്ന് സുബഹിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഇന്ന് തഹജ്ജുദിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്, തഹജ്ജുദ് നിസ്കരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് കൈവക്കാം. 1, 2, 3. എപ്പോഴും വേണം. നമ്മൾ രക്ഷകനാണ്. എല്ലാ ഹഫളത്തിൻ്റെയും തലസ്ഥാനം സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മികാഈൽ. പേടിക്കണ്ട, നോട്ട നോക്കിയാൽ മതി. സയ്യിദുനാ ജിബ്രീൽ. ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ തദ്ബീർ നടത്തുന്ന സയ്യിദുനാ ജിബ്രീൽ. പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. സയ്യിദുനാ മികാഈൽ. മഴ പെയ്യിക്കൽ മാത്രമല്ല, നിന്റെ റിസ്ക് നിന്റെ വായിലെത്തിക്കുന്നതും സയ്യിദുനാ മികാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉത്തരവായിട്ടാണ്. മറക്കരുത്. ഇന്നൊരു ഫാത്തിഹ ഓതണം. സയ്യിദുനാ മികാഈൽ. ഉറക്കപ്പറ സയ്യിദുനാ മികാഈൽ. പേടിക്കണ്ട, പേടിക്കണ്ട. നീ റബ്ബിൻ്റെ ആളാണ്, റബ്ബിൻ്റെ ആളാണെങ്കിൽ പേടിക്കണ്ട. അതുകൊണ്ട് പാഠം നമ്പർ 1, കുൻ വാസിഖൻ ബിറിസ്ഖി. നീ എൻ്റെ റിസ്ഖിൽ ഉറപ്പിക്കണം. അല്ലാഹുവിൽ ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഉറപ്പിക്കണം. എൻ്റെ റിസ്ക് അത് ബേജാറാണ്. ഒന്നും ബേജാറാവുണ്ട്, ഒന്നിനും ബേജാറാവുണ്ട്, ഒന്നിനും ബേജാറാവുണ്ട്. കാര്യങ്ങൾ റബ്ബ് നടത്തി തരും. ഭാര്യക്കും ഭർത്താവിനും വയസ്സായി രോഗിയായി. അപ്പോഴാണ് 18 വയസ്സ് കഴിഞ്ഞ മകൾക്ക് കല്യാണം വന്നത്. ഇനി എന്തിനാണ് ഈ കുട്ടിയെ പിടിച്ചു വെക്കുന്നത്? അപ്പോൾ ചിന്തിക്കും, പിന്നെ നമ്മൾ ഈ കുട്ടി പോയാൽ ഇനി നമ്മളാരെ സംരക്ഷിക്കുക? ആ കുട്ടിയുടെ നേരത്തിന് ആ കുട്ടിയെ കെട്ടിച്ചേക്കണം. നമ്മളെ കാര്യമോ നമ്മളാ കല്യാണത്തോടു കൂടി അല്ലാഹു തആല നമ്മളെ രോഗം മാറ്റിത്തരും. അല്ലെങ്കിലും നമ്മളെ ഖിദ്മത്തിന് നമ്മൾ തന്നെ മതിയാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. കാര്യം നടത്തലാരാ? അല്ലാഹ്. പേടി പേടിക്കണ്ട, ഒരു പേടി പേടിക്കണ്ട. കുൻ വാസിഖൻ ബിറിസ്ഖി. നീ എൻ്റെ റിസ്ഖിൽ ഉറപ്പിക്കണം. ഞാൻ നിനക്ക് തരുന്ന സുഖ സൗകര്യങ്ങളിൽ ഉറപ്പിക്കണം. മദാമത്ത് ഖസാഇനി മംലൂആ. എൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുന്ന കാലത്തോളം, ഖസാഇനി എൻ്റെ ഖജനാവുകളോ അത് മംലൂആ നിറഞ്ഞു കിടക്കുന്നതാണ്. ലാ തൻഫദു അബദാ. ഒരു കാലത്തും അത് കാലിയാവുകയില്ല. നിങ്ങളോടാണ് പറഞ്ഞെന്ന് ഓർമ്മ. വഹാബേ വഹാബേ മാപ്പപ്പെട്ടു നോക്കുക. നിങ്ങളോടാ പറഞ്ഞ്? ഒരാളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞായറാഴ്ച ക്ലാസ് പറഞ്ഞു. യാ വഹാബ്, യാ വഹാബ്. മനസ്സിലായി? നട്ടപ്പാതിരക്ക് വെളിസ്ഥലത്തിലേക്ക് ഇറങ്ങിക്കുക, മയപ്പെട്ടു നോക്കുക. യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്. യഥാർത്ഥം ഔദാര്യം കൊടുക്കുന്നവന്. മനസ്സിലായില്ലേ പറഞ്ഞത്? പള്ളിയിൽ നമസ്കരിക്കണമെങ്കിൽ പള്ളിൻ്റെ മേലെ മേപ്പെട്ട് നോക്കുക. അവിടെ ആരാന്ന് വെച്ചാൽ ഏത് ഖൈറിനെയും ചോദിക്കുന്നവർ മുകളിലേക്കാണ് ചോദിക്കുക. ഏത് ലജ്ജിക്കുന്നവനും താഴേക്കാണ് തല വെക്കുക. ഏതാഗ്രഹിക്കുന്നവനും കാരണം റഹ്മത്തിറങ്ങൽ മുകളിലൂടെ. ഏത് മൃഗവും അതിനൊക്കെ ഒരു കെട്ടിൽ കിടക്കുന്ന ഒരു മൃഗം, കെട്ടുകുടുക്കി കിടക്കുന്ന ഒരു പശു, അല്ലെങ്കിൽ അതിന് വെള്ളവും വൈക്കോലും കൊടുക്കുന്ന യജമാനൻ കൃത്യമായ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ അത് മുകളിലേക്ക് നോക്കി അമറും. അവിടെ ആ പെറ്റീഷൻ, ഇവിടെ കൂടി സാധനം കിട്ടുമ്പോൾ അവിടേക്ക് പെറ്റീഷൻ കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? ഒരു മൃഗവും താഴേക്കോക്കി അമറൂല. അപ്പോൾ ഒരു നായ ഓരിയിടുമ്പോൾ മുകളിലേക്ക് നോക്കും. അങ്ങനെ തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്.
രാത്രിയായാൽ വെളിസ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിൽക്കുക, ആകാശത്തെ നോക്കുക, എന്നിട്ട് പറയാ യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ് യാ വഹാബ്. ഔദാര്യം നൽകുന്നവനെ, ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് സമ്മാനം തരുന്നവനാണ് വഹാബ്. യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ. 1000 തവണ ഇത് ചൊല്ലിയാൽ റഹ്മത്ത് ഉറപ്പാണ്. 1000 തവണ 20 മിനിറ്റ് മതി ഇത് 1000 വട്ടം ചൊല്ലാൻ. യാ റഹ്മർ റഹീമീൻ 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 യാ റഹ്മർ റഹീമീൻ. ഭാര്യയും ഭർത്താവും നട്ടപ്പാതിരക്ക് എണീറ്റിട്ട് ഒരു 40 ദിവസം തഹജ്ജുദ് നിസ്കരിച്ച് ഒരു 40 ദിവസം യാ റഹ്മർ റഹീമീൻ എന്ന് ചൊല്ലിയാൽ അവരിൽ പരിഹരിക്കാത്തൊരു പ്രശ്നമില്ല. പരിഹരിക്കാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. പിടിക്കണ്ട. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുക. യാ റഹ്മർ റഹീമീൻ. ഭർത്താവിന് എന്നും തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക യാ റഹ്മർ റഹീമീൻ. ഭാര്യയ്ക്ക് ചില ദിവസം നിസ്കരിക്കാൻ പറ്റും, ചില ദിവസം പറ്റൂല. പറ്റിയാലും പറ്റില്ലെങ്കിലും ഇത് ചെല്ലാൻ പറ്റും. ഏത് യാ റഹ്മ. അത് അവർക്ക് ഹൈലുള്ള സമയത്തും നിഫാസുള്ള സമയത്തും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം യാ റഹ്മർ റഹീം. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ യാ റഹ്മർ റഹീമീൻ. ഒരു ദുആ 3 തവണ യാ റഹ്മർ റഹീമീൻ എന്ന് പറഞ്ഞ് സമാപിച്ചാൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. കണ്ടിട്ടില്ലേ? ഒരു ദുആ അവസാനിക്കുമ്പോൾ എന്ത് പറയും? യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ. ആ ദുആക്ക് ഇജാബത്തുണ്ടോ? ഒരു വിഷയം പറഞ്ഞിട്ട് 1000 വട്ടം യാ റഹ്മർ റഹീമീൻ എന്ന് പറഞ്ഞാൽ അതിന് തീരുമാനം ഉടനുണ്ടായിരിക്കും. 40 ദിവസം ഒരാൾ അങ്ങനെ ചെയ്താൽ അയാൾക്ക് പ്രശ്നം പരിഹരിച്ചിരിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കും. എന്തിനു പേടിക്കണ്? എന്തിന്? ഒരു ചെലവില്ലാതെ റബ്ബി നമ്മളെ കൂടല്ലേ? ഒരു ചെലവില്ല. മനസ്സിലായ പറഞ്ഞ ചിന്തിക്ക്. പേടിക്കണ്ട. ഒരു കാരാഗ്രഹവും നിന്നെ ബാധിക്കൂല. തൂക്കിക്കൊല്ലാൻ വെച്ചാൽ നീ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ പോലും മരണത്തിന് ഉറുമ്പടിക്കുന്ന വേദന ഉണ്ടാവില്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ മനുഷ്യന് ഇതിൻ്റെ അങ്ങനെ നടക്കും. അള്ളാഹുവിൻ്റെ വിധിയിൽ ഒരു അബദിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കും. അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുത്തെ അവസ്ഥയത്തോടെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹുവെ ആ അവസ്ഥയത്തോടെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ആ അവസ്ഥയത്തോടെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ആ അവസ്ഥയത്തോടെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. മുഖല്ലിബുൽ ഖുലൂബായ റബ്ബേ. അത്തരം അവസ്ഥയത്തോടെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. ഇനി ഒരു അബദിന് അങ്ങനെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ. പേടിക്കണ്ട. അപ്പം എന്ത് വേണം? അള്ളാഹുവിൽ ഉറപ്പിക്കണം. എനിക്കെൻ്റെ റബ്ബുണ്ട്, ഒന്നും സംഭവിക്കൂല. അതിൻ്റെ അർത്ഥം പണിക്കൊണ്ടെന്നല്ല, പണിക്ക് പോകണം. പണിക്ക് പോകുന്നത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നേരം വെളുത്തൊരു പണിക്ക് പോകണം. എന്ത് പണി? എന്തെങ്കിലും പണിയെടുക്കണം. എന്തെങ്കിലും ഒരു സീപ്പറിൻ്റെ പണിക്കാണ് ഓഫീസിൽ കയറിയത്. പിന്നെ അവർ ജനറൽ മാനേജറായിട്ടാണ് 58ാമത്തെ വയസ്സിൽ വിരമിക്കുന്നത്. സീപ്പറിൻ്റെ പണിക്ക് കയറിയതാ. പിന്നെ ചെറിയ പരീക്ഷ എഴുതി, അങ്ങനെ LD ക്ലർക്കായി. പിന്നെ പരീക്ഷ എഴുതി, അങ്ങനെ എഴുതി 4-5 പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും ജനറൽ മാനേജറായി. എന്ത് പണിക്കിറങ്ങി പറയും മനുഷ്യന്മാരെ. സീപ്പറിൻ്റെ പണിക്കിറങ്ങിയതാണ്. പിന്നെ 10, 15, 25 കൊല്ലം കഴിഞ്ഞ് 58ാമത്തെ വയസ്സിൽ വിരമിക്കുമ്പോൾ ജനറൽ മാനേജറാണ് കമ്പനിയുടെ. ആര് തീരുമാനിച്ചു? അല്ലാഹ്. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നടന്നു. പഠിച്ചോനെ റബ്ബേ റഹ്മാനെ. അവിടുന്ന് ഖജനാവ് തരും, തുറന്നു തരും. പേടിക്കണ്ട.
ഇതാണ് നമ്മളെ ഈ ഒരു വിശ്വാസമില്ലായ്മയാണ് നമ്മളെ എല്ലാവരും പ്രശ്നം. പിന്നെ കച്ചവടം വലുതാക്കുന്ന നേരത്ത് നമ്മൾ കച്ചവടം വലുതായി പോവും. അതങ്ങനെ അത് പോവും, അങ്ങനെ പോവും. ഒരു ചിത്രകലയ്ക്ക് അവാർഡിന് വേണ്ടി ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ എന്ത് ചെയ്തു? അയാൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി ചിത്രത്തിന് പെയിൻറ് കൊടുക്കാൻ വേണ്ടി വന്ന പെയിൻറ്റിൻ്റെ കുപ്പിയെ കുട്ടി തട്ടി, ചിത്രം കൊഴിഞ്ഞു. അപ്പം അയാൾ ഉറപ്പിച്ചു, പൊട്ടി. അങ്ങനെ അയാൾ രാജാവ് ചിത്രകലയ്ക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടാണ്. അയാൾ ചിത്രകലയ്ക്ക് ചിത്രത്തിന് പെയിൻറ് കൊടുക്കുന്ന ഇടയിലാണ് കുട്ടി തട്ടിയിട്ട് ഈ ചിത്രം വരച്ചതിലേക്ക് ഇത് പൊളിഞ്ഞടി. ഇനി പുതിയൊരു ചിത്രം വരക്കാൻ നേരല്ല. രാജാവിനെ കൊണ്ട് സമർപ്പിച്ചപ്പോൾ 1ാം സമ്മാനം കിട്ടി. കാരണം കുട്ടി മഷി തട്ടിയപ്പോൾ എവിടെയാണോ ആ മഷി വീഴേണ്ടത് പറ, എവിടെയാ വീണത്? അയാൾ പെയിൻറ് കൊടുത്തിക്കണമെങ്കിൽ 1ാം നമ്പറും 2ാം നമ്പറും കിട്ടൂല. ഇതൊക്കെ തീരാ. അങ്ങനത്തെ ഒരു കഥ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മാഷ് എനിക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? വലുതാക്കേണ്ട കച്ചവടം റബ്ബ് വലുതാക്കി തരും. വലുതാക്കേണ്ട കുടുംബം റബ്ബ് വലുതാക്കി തരും. 2 കുട്ടികളായിരുന്നു, ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. പെങ്ങളെങ്ങാനും വിരുന്നാൽ അന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ ആ ആഴ്ച ഞെരുങ്ങും. പൈസ ഇല്ല. പിന്നെ 3 കുട്ടി ഉണ്ടായി. പിന്നെ അപ്പം അള്ളാഹു 1 കൂടി വലുതായി കൊടുത്തു. പിന്നെ 4 കുട്ടി ഉണ്ടായി. പിന്നെ 5 കുട്ടി ഉണ്ടായി, 6 കുട്ടിയായി, 7 കുട്ടിയായി, 8 കുട്ടിയായി, 9 കുട്ടിയായി. അപ്പോൾ എവിടുന്നൊക്കെ വരുന്നതെന്ന് കണക്കില്ല. 2 കുട്ടിയായപ്പോൾ കിണറിൽ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് 1-1.5 മാസം പറ്റും. 3 കുട്ടിയായപ്പോൾ ഒരാഴ്ച പറ്റും. 9 കുട്ടിയായപ്പോൾ ഏത് വഴിക്കൊക്കെയാണ് ജലധാര വരുന്നതിന് കണക്കില്ല. നാട്ടിന് മുഴുവൻ വെള്ളം കൊണ്ടുപോകാൻ. മനസ്സിലായോ പറഞ്ഞത്? അതാണ് അള്ളാഹു ഉറപ്പിക്കണം. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഒരു കുട്ടി 1.5 കുട്ടിയാകുമ്പോഴത്തേന് എന്നെ കെട്ടാൻ വേണ്ടി പായണവർ നമ്മളെ നാട്ടിലുണ്ട്. കുടുങ്ങിപ്പോയി. ഒന്നിരിക്കൽ ഇവനെ കെട്ടും, അല്ലെങ്കിൽ ഓളെ കെട്ടും. എന്തിന്? ഇനി 1.5 കുട്ടി ഇപ്പം തന്നെ ആയിപ്പോയി. ഇനി അതെങ്ങനെ 2 കുട്ടിയായി? പിന്നെ 3 ആകാൻ പാടില്ല. 3 ആയി കഴിഞ്ഞാൽ കൊടുക്കും. എന്തുകൊണ്ട്? 5 നിസ്കരിക്കും. മൂന്നാമത്തെ കുട്ടി ഉണ്ടാകരുതേ പഠിച്ചോ. എല്ലാ രാജ്യത്തുണ്ട് വേണ്ട നീ ഏറ്റെടുത്തോരോ കൂട്ടത്തിൽ നീ എന്നെ ഏറ്റെടുക്കണേന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൽ ജിന്നെ ഏറ്റെടുക്കൂല. ഞാൻ തന്നെയാണ് ഇന്നെ ഏറ്റെടുത്തെന്ന എൻ്റെ വിശ്വാസം. മറ്റേ മോലിയരിങ്ങനെ ചെല്ലും, അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് ആമീൻ, തവല്ലനി ഫീമൻ തവല്ലൈത് വഅഫിനി ഫീമൻ അഫൈത് ആമീൻ. മുതവല്ലനും മുന്നിൽ നിൽക്കണ ഇമാമിനും അറിയില്ല അത് ഏറ്റെടുക്കുമല്ലേ. മാമൂമിന് ഏതായാലും അറിയില്ല, ഇമാമിന് അത്രയും അറിയില്ല. തന്നെ പ്രശ്നം ഗുനൂത്തൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ ഏറ്റെടുക്കൂല. എന്തുകൊണ്ട്? അവനെ ഏറ്റെടുക്കുന്നൊരു വിശ്വാസം നമുക്കില്ല. അല്ലാഹു ഒന്ന് ഉറക്കെ